വീട്ടിൽ വന്നിട്ട് ചിരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്താ എബിയെ പറ്റി പറഞ്ഞത്. അതുകൂടാണ്ട് ഇപ്പൊ ഒരു പെൺകുട്ടി ഇപ്പൊ എന്ത് ആക്ട്രസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അച്ഛനമ്മമാര് കെട്ടാൻ പോകുന്ന പയ്യനെ പറ്റി അന്വേഷിക്കും. പ്രത്യേകിച്ച് ഒരു നോൺ ഫേസ് അല്ല, ക്യാമറയ്ക്ക് പുറകിലാണെന്നുണ്ടെങ്കിൽ ആൾ എങ്ങനെയുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഏതൊരു ഫാമിലിയും നടത്തും. കാരണം പെൺകുട്ടിയുടെ കൈ പിടിച്ച് കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങനെയൊക്കെ അച്ഛൻ പോലെ അന്വേഷിച്ചായിരുന്നോ? ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. പക്ഷെ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഒരു ഒറ്റ മീറ്റിംഗിൽ തന്നെ അവർ ഓക്കെ ആയിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. എന്റെ നിഷ്കളങ്കമായ ഒരു മുഖവും എന്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി. എന്റെ ഫേസ്, എന്റെ ചിരി അതിലൊക്കെ വീഴ്ത്തി വീണുപോയി. ഈ ഞാൻ ഇപ്പം നിങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഒരു ഇന്റർവ്യൂല് വന്നിരുന്നിട്ട് ചോദിക്കണം. ഇതൊക്കെയാണ് ചോദിക്കേണ്ടത്. കുനിഷ്ട് വഴക്കുണ്ടാക്കുന്നതിൽ മെയിൻ കാരണം മറവിയാണ്. ആരുടെ? രണ്ടുപേർക്കും ഭയങ്കര മറവിയാ. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ എന്നെ 4 മണിക്ക് ഈ സാധനം ഒന്നും എടുക്കാൻ ഓർമ്മിപ്പിക്കണേന്ന് ഞാൻ പറയുന്നത് അതിലും വലിയ മറവിയുള്ള ആളോടാണ്. അന്നേരം ഞാൻ പറയാം അത് ഓർപ്പിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കാൻ. നമ്മൾ തമ്മിലുള്ള വഴക്കെന്ന് പറയുന്നത് അങ്ങനെ വലിയ, അങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ പോലും നമ്മൾ മോർ ദാൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. ചെറിയ ചെറിയ പണക്കങ്ങളുണ്ടല്ലോ, അതുണ്ടാവുമല്ലോ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവുന്നത്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കാത്തതിന് വഴക്കുണ്ടാകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഒരാളുടെ സ്വഭാവം നേരെ ഉൾട്ടായിരിക്കും. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എടുത്ത സാധനം എവിടെയും കൊണ്ട് വെച്ചിട്ട് തിരിച്ചു. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസിന് ഞാൻ അതാ ഉദ്ദേശിച്ചത്, വഴക്ക് എന്ന് ഉദ്ദേശിച്ചത്. എനിക്ക് ഇത്തിരി OCD കൂടുതലാണ്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചെറിയ വഴക്കല്ല, ഒരു ഇതുണ്ടായതെന്ന് വെച്ചാൽ ഞാൻ ഈ മ്യൂസിക് പ്രൊഡക്ഷൻ വർക്കാണല്ലോ. അപ്പം എനിക്ക് എൻ്റെ സിസ്റ്റംസും ഹാർഡ്വെയർസുമായിട്ട് ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്ന റൂമിൽ നിന്ന് വന്നാൽ നല്ല തണുപ്പായിരിക്കും. ഇതെല്ലാം നല്ല ഹീറ്റ് ആവാതെ ഇതാക്കേണ്ടതുകൊണ്ട് ഞാൻ ഭയങ്കര തണുപ്പിനകത്ത് വെച്ചാൽ ഞാനിപ്പം എനിക്കൊരു 21-20 AC ഇട്ടാലും എനിക്ക് ഭയങ്കര ഓക്കെയാ. അപ്പൊ ബെഡ്റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആ തണുപ്പ് ഒരു 25 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആവിയാണ്. അപ്പൊ പുള്ളിക്കാരി കാണാൻ ഒട്ടും പറ്റത്തില്ല. സഹാറ അന്റാർട്ടിക്കയാണ് ആ ഒരു സംഭവമാണ്. പക്ഷെ ഇത് വഴക്കല്ല, ഇങ്ങനെ റിക്വസ്റ്റ് എനിക്ക് ഒന്ന് കുറയ്ക്കാമോ, കാരണം എനിക്ക് പറ്റൂല, അത്ര തണുപ്പാണ്. സ്റ്റുഡിയോയിലേക്കൊക്കെ ഒന്നും എനിക്ക് കേറാനേ പറ്റില്ല. പറയാം ഇച്ചിരി ഒന്ന് കുറയ്ക്കാമോ, മെഷീനല്ല നമ്മൾ മനുഷ്യനാണെന്ന് ഞാൻ പറയാറുണ്ടെങ്കിൽ. ഈ ഞാൻ ചേട്ടാ ഇപ്പൊ കല്യാണം ഈ 15 പേരെ മാത്രം ഉൾപ്പെടുത്തി അതെന്താ അങ്ങനെ ഒരു ഡിസിഷൻ വന്നത്? പിന്നീട് റിസപ്ഷനെ പറ്റിയും ഒന്നും ചിന്തിച്ചില്ല? വൈ? മെയിനായിട്ടും നമുക്ക് നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ് പോലെ തന്നെ വേണ്ടപ്പെട്ടാണ് നമ്മുടെ ഒരു ഫിലിം ഫ്രട്ടേണിറ്റിയിലുള്ള ആൾക്കാരും എല്ലാവരും. അപ്പം ഞങ്ങൾ ആദ്യമേ നോക്കി എല്ലാവരെയും വിളിച്ചു ഒരു റിസപ്ഷൻ എല്ലാം നടത്തി ഒരു പ്രോഗ്രാം അങ്ങനെ പ്ലാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നോക്കിയപ്പോഴത്തേക്കും എന്താ പറയുന്നത്, ഒരു വർഷം നമ്മൾ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ ഒരു ദിവസത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരണം. എക്സ്പെൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോഴത്തേക്കും അത്ര എക്സ്പെൻസ് ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം അങ്ങനെ ചെയ്യണോ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് നമുക്ക് എങ്ങനെ ഇത് ചെറുതാക്കാമെന്ന് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെ ചിന്തിച്ചു വന്നപ്പോഴത്തേക്കും നമുക്ക് ആരെ ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്ന് വെച്ചാൽ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് റിലേറ്റീവ്സിൽ നിന്നും ആരെയും അങ്ങനെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഒരു പ്രൊഫഷണൽ സൈഡിൽ നിന്നും ഫ്രണ്ട് സൈഡിൽ നിന്നും നമുക്ക് അങ്ങനെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഇതിൽ നിന്നാണ് നമ്മൾ എന്തുകൊണ്ട് നമുക്ക് കുറെ കൂടെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു എക്സ്പെൻസീവ് അല്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ള ഇതിൽ നിന്നാണ് നമ്മൾ പേരൻസിനോടും ഡിസ്കസ് ചെയ്തു. പേരൻസിനും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യമേ, അങ്ങനെ റിലേറ്റീവ്സിനെ ഒന്നും വിളിക്കാതെ ഒരു പറ്റത്തില്ല. പക്ഷേ സ്റ്റിൽ നമ്മളുടെ ഒരു നിർബന്ധത്തിനും പിന്നെ അവർക്ക് അവരെ കാര്യങ്ങൾ കുറെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടായിരിക്കാം പിന്നെ അവരും അത് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും സ്റ്റിൽ അവർക്ക് വിഷമമുണ്ട്. ഇപ്പം റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്നാണേലും ഒക്കെ അവർ കുറെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫാമിലിയിലും ഗ്രേസിന്റെ ഫാമിലിയിലും എല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ അവർ നമ്മുടെ കൂടെ അത് സപ്പോർട്ട് ചെയ്തു. അത് മെയിനായിട്ടും ഇതാണ്, നമുക്ക് ആരെയും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, പക്ഷെ ആർക്കും വേണ്ടി മാത്രമായിട്ട് നടത്താനും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നമുക്ക് പേരൻസും സിബ്ലിങ്സും മാത്രം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ട് ഫാമിലിക്ക് അത് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. വലിയ നല്ലൊരു തോട്ടാണ്. നമ്മൾ ഒരു വർഷം ഉണ്ടാക്കുന്ന ഒരു സമ്പാദ്യം മുഴുവൻ ഒറ്റ ദിവസത്തേക്ക് വേണ്ടി, ഓക്കെ ആ ദിവസം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അത് മറ്റൊരു പലർക്കും ആലോചിക്കാവുന്ന ഒരു തോട്ട് പ്രോസസ് ആണ്. അത് കറക്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ആ ഒരു ദിവസം ഒരു വർഷത്തെ അതിനും മുകളിലായിരിക്കും ചെലവാക്കുന്നത്. ഈ ഇപ്പൊ റിലേറ്റീവ്സിനൊക്കെ ശരിക്കും നമുക്കിപ്പം ഒരു കല്യാണം ആകുമ്പോൾ പറയാം വിളിച്ചത് ശരിയായില്ല, വിളിച്ചാൽ പോലും അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ വന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്ന ബന്ധുക്കൾ നമുക്കുണ്ട്. ആ സമയത്ത് വിളിക്കാതിരുന്നതിന്റെ പരാതി എങ്ങനെ സോൾവ് ആക്കുന്നു അച്ഛനമ്മമാര്?
അല്ലെങ്കിൽ ഗ്രേസിനൊക്കെ ആണെങ്കിലും എബിക്കൊക്കെ ആണെങ്കിലും പരാതികൾ പേഴ്സണലി വിളിച്ചിട്ടില്ല, ചിലർ മിണ്ടുപോലുമില്ല. പിന്നെ സ്റ്റിൽ ഡിഫിക്കൽട്ടാണ് അത്. പക്ഷെ നമ്മൾ ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അവർക്ക് പരാതിയാണ്. ബട്ട് സ്റ്റിൽ എനിക്കത് മനസ്സിലാവും. കാരണം അവരും ഒക്കെ എൻ്റെ ഒരു കല്യാണം കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ്. നമുക്കും അവരുടെ കൂടെ കല്യാണം ആഘോഷിക്കണമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് നമ്മൾ രണ്ടുപേരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതും ഒരു ഒരു അത് അവരുടെ ചോയ്സ് ആണല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെന്ന് പറയുന്ന സമയത്ത് അവർക്ക് നമ്മളോട് ഡയറക്റ്റ് പറയാം, നിങ്ങൾ ഈ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വിരോധമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ വിഷമം അപ്പം തന്നെ നമ്മളോട് അത് പ്രകടിപ്പിക്കാം. അപ്പോൾ നമുക്ക് അപ്പം തന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അവരെ മനസ്സിലാക്കും. എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ നമ്മളത് അറിയുകയും ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്തതിൽ നമുക്കൊരിക്കലും ഒരു റിഗ്രറ്റ് ഉണ്ടാവരുത്. എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഈ ചെയ്തതിൽ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവരുത്. അത് നമ്മൾ രണ്ടുപേരുടെയും ചോയ്സാണ്. എബി മാത്രം തീരുമാനിച്ച കാര്യമല്ല, ഞാനും കൂടെ ചേർന്ന് തീരുമാനിച്ച കാര്യമാണ്. അപ്പോൾ നമ്മൾ രണ്ട് ഫാമിലിയോടും ചേർന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞ അത് കാര്യമാണ്. ഇത് എൻ്റെ ഒറ്റ തീരുമാനമല്ല, നമ്മൾ രണ്ടുപേരുടെയും ജോയിൻ ആയിട്ടുള്ള തീരുമാനമാണ്. ഇനി നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തോളൂ, പ്രശ്നമില്ല. പക്ഷെ അതിൽ നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമമുണ്ട്. ഞങ്ങളുടെ ഇഷ്ടം ഇതാണ്, ഞങ്ങളുടെ വിവാഹമാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചെയ്തു തന്നാൽ, നിങ്ങൾ സഹകരിച്ചാൽ വളരെ സന്തോഷമായിരിക്കും എന്നാണ് നമ്മൾ അവരോട് പറഞ്ഞത്. അപ്പോൾ അവർ ശരി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ, ഇത്രയും ആൾക്കാരോട് ഞങ്ങൾ മറുപടി പറയണം. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഓക്കെ ശരി, നമ്മളും വന്ന് അവരോട് കാര്യങ്ങൾ സംസാരിക്കാം. അങ്ങനെ ഇപ്പോൾ ഒത്തിരി പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഒത്തിരി കുട്ടികൾ മെസ്സേജ് അയച്ചു. അപ്പോഴൊരു ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ പാരൻസ് സമ്മതിച്ചില്ല. അവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, എത്ര ശ്രമിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരിതുണ്ട്. ശരിയാണ്, അത് ഓരോ ജനറേഷൻ്റെ ഒരു പ്രശ്നം എന്നല്ല, അവർ വളർന്നു വന്ന സാഹചര്യം, അവരുടെ ഒരു രീതി വെച്ച് അവർക്ക് ആ ഒരു ഇതിൽ നിന്ന് മാറാൻ പറ്റില്ല. പക്ഷെ മാറുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഞാനൊരു പെൺകുട്ടിയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ വളരെ പ്രൗഡാണ്. അപ്പോൾ എബി പറഞ്ഞ പോലെ സെയിം, എനിക്ക് എൻ്റെ ഫാമിലിയെ എൻ്റെ കല്യാണം ഫുള്ളി ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ കാരണം അവർ ഇത്രയും നാളും ജീവിച്ചു, ഇനി ആ ബാധ്യതയും കൂടെ അവരെ ഏൽപ്പിക്കാനും അവരുടെ ഷോൾഡറിൽ വെച്ച് കൊടുത്തിട്ട് എനിക്ക് ഇറങ്ങി പോകാനും എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ പാരൻസിൻ്റെ അടുത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നടുക്കുള്ളതാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളൊന്നും അറിയണ്ട, എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി. അങ്ങനെ പറയാൻ പറ്റുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കം കുട്ടികളെ ഉള്ളൂ. അതിൽ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, അതുപോലെ നല്ല ഒരു എഡ്യൂക്കേഷൻ വേണം. അത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാരൻസ് എന്നുള്ള രീതിയിൽ മക്കൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. അതെൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു അവരുടെ ഷോൾഡറിൽ ഒരു വലിയ ഭാരം ഞാൻ ഒഴിവാക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എൻ്റെ ചേച്ചിയുടെ വിവാഹം നടത്തിയതിൽ അവർ എത്ര താളത്തോളം ബുദ്ധിമുട്ടി എന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പം അത് ഞാൻ കാരണം അവർക്കത് കൊടുക്കരുതെന്നുള്ള വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിൽ സോഷ്യൽ മീഡിയയിൽ കോമൻസ് വരുന്നതിൽ പറയുന്നുണ്ട്, വലിയ സെലിബ്രിറ്റി അല്ലേ, ഇത്രയും പോലും കാശില്ലേ ആൾക്കാരെ വിളിക്കാൻ, ഞങ്ങൾ ബന്ധുക്കളെ വിളിച്ച് കൊടുക്കാൻ പോലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അത്രയും ലാവിഷായിട്ട് അത് മാറ്റുന്നതിലുപരി നമ്മൾ വേറെ ഏതൊക്കെ രീതിയിൽ ആ ഒരു പൈസ തന്നെ പറയാന്ന്, അത് വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ വളരെ ചിന്തിച്ച് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരുന്ന കോമൻസിനെ നമ്മൾ എടുക്കുന്നു, അതിലെടുക്കേണ്ട കാര്യങ്ങൾ മാത്രം കയ്യിലെടുത്തിട്ട് ബാക്കി നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ.